സമൂഹമാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റിലൂടെയാണ് മഹാരാജാസ് കോളേജിലെ ലിംഗസൗഹൃദ ശൗചാലയം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകളും അതിൽ വരുന്ന കമന്റുകളും ഒന്നും ക്യാമ്പസിനുള്ളിലുള്ളവർക്ക് ഒരു അത്ഭുതമേ അല്ല. കാരണം അവർ ഈ ലിംഗസൗഹൃദ ശൗചാലയം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. മഹാരാജാസ് കോളേജിൽ ബികോം ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് ഒരു യൂണിജെൻഡർ ടോയ്ലറ്റ് അന്ന് സ്ഥാപിക്കുകയും അത് വളരെ ഒരു വാർത്തയായി പത്രത്തിലൊക്കെ വരികയും ചെയ്തതാണ്. പിന്നീട് മഹാരാജാസിൽ വന്നിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളിലും, പുതിയ അക്കാഡമിക് ബ്ലോക്ക് ആവട്ടെ, ലൈബ്രറി ആകട്ടെ, ഓഡിറ്റോറിയം ആകട്ടെ, എല്ലായിടത്തും ഇത്തരം ടോയ്ലറ്റുകൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ലിംഗഭേദമെന്ന് വ്യക്തികളായിട്ട് ഓരോ വിദ്യാർത്ഥിയെയും കരുതണം എന്ന് തന്നെയാണ് നമ്മുടെ ആശയം. ലിംഗസൗഹൃദ ശൗചാലയത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് ചോദിച്ചാൽ മറുപടിക്കായി വിദ്യാർത്ഥികൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. നെഗറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, പോസിറ്റീവായിട്ട് എടുത്താൽ പോരെ. താല്പര്യമുള്ളവർ പോകും, ഇല്ലാത്തവർ അത് ഒഴിവാക്കും. അല്ലാതെ അതിനെ പറ്റിയിട്ട് നമ്മൾ ഈ നവമാധ്യമത്തിൽ കാണുന്ന പോലെ ആ ടോക്കും കാര്യങ്ങളൊന്നും. വീടുകളിൽ എല്ലാവരും ഒരു ടോയ്ലറ്റല്ലേ ഉപയോഗിക്കുക, അതുപോലെ തന്നെയുള്ള ഇവിടെ. അത് വേറെ രീതിയിൽ മഹാരാജാസ് ആയതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സുകളിൽ സംവരണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ക്യാമ്പസിൽ ലിംഗസൗഹൃദ ശൗചാലയം സ്ഥാപിക്കുന്നത്. 12ഓളം ട്രാൻസ്ജെൻഡേഴ്സ് അന്ന് കോളേജിൽ അഡ്മിഷൻ നേടുകയുണ്ടായി. അവരെ സംബന്ധിച്ച് ഈ ടോയ്ലറ്റ് എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികളോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, കാരണം അന്ന് തന്നെ അവരിൽ ട്രാൻസ് മെന്നും ഉണ്ട്, ട്രാൻസ് വിമനും ഉണ്ട്. അപ്പോൾ ഏത് തരം ടോയ്ലറ്റുകളാണ് നിങ്ങൾക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞപ്പോൾ യൂണിജെൻഡർ ടോയ്ലറ്റ് എന്നാണ് അന്ന് കുട്ടികൾ നമ്മളത് പറഞ്ഞത്. അത് പ്രകാരം നമ്മളത് പ്രാവർത്തികമാക്കുകയായിരുന്നു. ക്യാമ്പസിനുള്ളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം ലിംഗസൗഹൃദ ശൗചാലയങ്ങളാണ് സ്ഥാപിക്കുന്നത്. ക്യാമ്പസിനുള്ളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൗചാലയ സംവിധാനവും നിലവിലുണ്ട്. എന്നും വേറിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാരാജാസ് കോളേജ് വീണ്ടും മറ്റൊരു മാതൃക കൂടി കാട്ടിത്തരികയാണ്. ലിംഗസമത്വത്തിലെ തുല്യത പ്രാവർത്തികമാക്കി മാതൃകയായിരിക്കുകയാണ് മഹാരാജാസ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും അതൊരു മികച്ച കാര്യമാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഇതൊക്കെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം കാലം മാറി വരുന്നുണ്ട്, കാലത്തിനനുസരിച്ച് എല്ലാ സംവിധാനങ്ങളും മാറേണ്ടതുണ്ട്. ഈ തുല്യത കൂടി ഉറപ്പാക്കിയാൽ മാത്രമേ ലിംഗസമത്വം പൂർണ്ണമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടതാണ് സ്കൂളുകളിൽ തുല്യതാ യൂണിഫോമുകൾ നടപ്പിലാക്കിയത്. അത് വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ചില കോണുകളിൽ നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു നീക്കം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പല സ്കൂളുകളും അത്തരത്തിലുള്ള ഇടപെടൽ നടത്തി അത്തരത്തിലുള്ള യൂണിഫോമുകൾ നടപ്പിലാക്കിയിരുന്നു. അത്തരത്തിലൊരു ചുവടുവെപ്പ് തന്നെയാണ് മഹാരാജാസ് കോളേജിൽ നടന്നിട്ടുള്ളത്. ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റുകളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ പുതിയതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റാണ് ഇതിനെ വലിയ ചർച്ചയാക്കി മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ആ കോളേജിൽ എത്തുമ്പോൾ നമുക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇതിനെന്ത് പുതുമ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. കാരണം അവരിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷത്തോളമായി. അപ്പോൾ ഇതിൽ എന്താണ് പുതുമ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായപ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു വന്നിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആ വിദ്യാർത്ഥികളോട് ചോദിച്ചു. ആ വിദ്യാർത്ഥികൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ രണ്ടാമതൊന്നും ആലോചിച്ചതേയില്ല. അവർ ഒരൊറ്റ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ എങ്ങനെയാണ് നിങ്ങൾ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത്? അവിടെ സ്ത്രീക്കും പുരുഷനും വേറെ വേറെയാണോ? ഒരു ടോയ്ലറ്റ് മാത്രമല്ലേ സ്ത്രീയും പുരുഷനും ഉപയോഗിക്കുന്നത്? അവർക്കവിടെ ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ കോളേജിൽ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. സത്യമാണ്, ഇത്രയും നാളായി ഒരു തരത്തിലുള്ള പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനിയും പ്രായോഗികമല്ല എങ്കിൽ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതാണ് കോളേജ് എന്ന് പറയുന്നത്, കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അവിടെ അത്തരത്തിലുള്ള പരാതികളൊന്നും ഉയർന്നു വന്നതായിട്ട് നമുക്ക് അവിടെ ചെന്ന് കുട്ടികളോട് സംസാരിച്ചപ്പോഴും അധ്യാപകരോട് സംസാരിച്ചപ്പോഴും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുമില്ല. അപ്പോൾ ഇത് വളരെ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്ന മാതൃകയാണ്. പലപ്പോഴും നമ്മൾ മാതൃക എന്ന് പറയുന്നത് ഒരു ആശയം മുന്നോട്ട് വെക്കുക മാത്രമാണ്. പക്ഷേ മഹാരാജാസ് കോളേജ് അത് നടപ്പിലാക്കി കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറ്റും. ആ മാറ്റം വിദ്യാർത്ഥികളോട് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ മനോഭാവത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പുറത്ത് നടക്കുന്ന ചർച്ചകളൊന്നും അവർക്കൊരു വിഷയമേ അല്ല. അവർ അകത്ത് പതിവ് പോലെ മുന്നോട്ട് പോകുന്നു. അവർ പതിവ് പോലെ ഈ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നു. അവർക്കൊരു പരാതിയില്ല, പരിഭവമില്ല. പുറത്ത് എന്ത് ചർച്ച നടക്കുന്നു ഒന്നും ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അരുൺ ശങ്കർ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ ആ കുട്ടി പറഞ്ഞതുപോലെ വീടുകളിൽ എല്ലാവരും ഒരേ ടോയ്ലറ്റ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്, ഒരേ ശൗചാലയമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം വരുന്നില്ല.